എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ പ്രോപ്പർ ടാലൻറ്റിൻ്റെ ഒരു ഷോർട്ടേജ്. അത് ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ജോബ് റെഡി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ഷോർട്ടേജ് എന്ന് പറയുന്നത് ഇതൊരു ജനറൽ പ്രോബ്ലമാണ്. ആസ്പയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജോലികൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രോബ്ലം അപ്പുറത്ത് വേറെയുണ്ട്. ഇതേ പ്രോബ്ലം തന്നെ കോളേജുകളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷയം. റിച്ച് അക്കാഡമിയെ സംബന്ധിച്ച് കുറച്ചധികം IT കമ്പനികളുമായിട്ടുള്ള നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് നമ്മൾ അങ്ങോട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാഫിംഗ് സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള പല സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വിഷയം. അപ്പോൾ അക്കാഡമിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അക്കാഡമി ആക്ച്വലി ഒരു മെൻറ്റർഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷണൽ പ്രോഗ്രാംസാണ് റിച്ച് അക്കാഡമിയുടെ. ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പാരലലി നടന്നു പോകുന്ന ഒരു ബൂട്ട് ക്യാമ്പ് മോഡലിലാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഫ്രഷ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് IT ഫേമുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് അതാണ്. അവർക്ക് ഈ സ്കിൽസ് ഇല്ലാത്തത് കൊണ്ട് IT കമ്പനികൾക്ക് അവർ കുറച്ച് സമയം പിടിക്കും ഇത് പ്രൊഡക്റ്റീവ് ആവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ശരിക്കും റിച്ച് അക്കാഡമി പല IT കമ്പനികളുമായി ചേർന്ന് ഈ ഒരു ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പൂളിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന അപ്പോൾ ഒരു സൈഡിൽ IT കമ്പനി ഉണ്ടാവും, ഒരു സൈഡിൽ അക്കാഡമി ഉണ്ടായിരിക്കും. ഇത് രണ്ടുപേരും കൂടി ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആസ്പയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കില്ലുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നം.